ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ്. മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ്. അപ്പോ മൾട്ടിപ്പിൾ ഇന്റഗ്രേഷൻ പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇവിടെ കുറച്ചധികം ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്, അതായത് ഒറ്റ തവണ മാത്രം ഇന്റഗ്രേഷൻ ചെയ്യുക. മൾട്ടിപ്പിൾ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ തവണ ഇന്റഗ്രേറ്റ് ചെയ്യുക. നിങ്ങൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഡബിൾ ഇന്റഗ്രലും ട്രിപ്പിൾ ഇന്റഗ്രലും ആണ്. അതായത് 2 തവണ ഇന്റഗ്രേറ്റ് ചെയ്യുക, ട്രിപ്പിൾ ഇന്റഗ്രൽ 3 തവണ ഇന്റഗ്രേറ്റ് ചെയ്യുക. സിമ്പിൾ കൺസെപ്റ്റിൽ അങ്ങനെ മനസ്സിലാക്കാം. പക്ഷേ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. അതായത് നിങ്ങൾ ഡിഫറൻസിയേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻസിയേഷൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, തേർഡ് ഓർഡർ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്, അത് പോലെ സിമ്പിൾ അല്ല. അടുത്ത കാര്യം, മൾട്ടിപ്പിൾ ഇന്റഗ്രൽ അത്ര സിമ്പിൾ അല്ല. അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പാർഷ്യൽ ഇന്റഗ്രേഷൻ. പാർഷ്യൽ ഇന്റഗ്രേഷൻ എന്താണ്? പാർഷ്യൽ ഇന്റഗ്രേഷൻ അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു ഇന്റഗ്രേഷൻ തരുന്നു. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ്. അതായത് എന്താണ്? എ ടു ബി ആണ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. പക്ഷെ നിങ്ങളുടെ ഇന്റഗ്രേഷന്റെ അകത്ത് കിടക്കുന്നത് എക്സിന്റെ ആളും വൈയുടെ ആളും. എക്സ് എന്ന വേരിയബിളും കാണും, വൈ എന്ന വേരിയബിളും കാണും. നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എക്സ് വെച്ച്. നിങ്ങൾക്ക് എക്സിന്റെ വേരിയബിളും കാണും, വൈയുടെ വേരിയബിളും കാണും. ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എക്സ് വെച്ച്. ഇതാണ് അവസ്ഥ. നമ്മൾ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് എക്സ് മാത്രമേ കാണാറുള്ളായിരുന്നു. ഇവിടെ അതല്ല അവസ്ഥ. ഇവിടെ വൈയും ഉണ്ട്. സിമിലർലി ഇന്റഗ്രേഷൻ സി ടു ഡി എഫ് ഓഫ് എക്സ് കോമ വൈ ഡി വൈ, അകത്തെ എക്സിന്റെ വൈന്റെ വേരിയബിളും ഇന്റഗ്രേഷൻ വൈയിൽ. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സിമ്പിൾ. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് കാണുക. വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് കാണുക. നമ്മുടെ പ്രോസസ്സ് പൂർത്തിയാക്കുക. സേ ഫോർ എക്സാമ്പിൾ നോക്കിക്കോളുക. ഇന്റഗ്രൽ 0 to 1 എക്സ് വൈ സ്ക്വയർ ഡി എക്സ്. എക്സ് വൈ സ്ക്വയർ ഡി എക്സ്. എക്സ് വെച്ചിട്ടാണ് ഇന്റഗ്രേഷൻ, വൈ കോൺസ്റ്റന്റ് ആണ്. വൈ സ്ക്വയർ പുറത്തെടുക്കുന്നു. ഇന്റഗ്രൽ 0 to 1 എക്സ് ഡി എക്സ്. Therefore, this is equal to y square x into integral x square by 2. Limit 0 to 1. Therefore, this is equal to y square 1 square by 2 minus 0 square by 2. Therefore, this is equal to y square into 1 by 2, y square by 2. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ നമ്മുടെ സൊല്യൂഷൻ. ശ്രദ്ധിക്കുക, ഞാനിവിടെ വൈയുടെ ടേമിനെ കോൺസ്റ്റന്റ് ആയി കണ്ടു, എക്സ് വെച്ച് മാത്രം ഇന്റഗ്രേറ്റ് ചെയ്തു. ഇനി അടുത്ത് ഇന്റഗ്രൽ 0 to 1 എക്സ് വൈ സ്ക്വയർ ഡി വൈ. എക്സ് വൈ സ്ക്വയർ ഡി വൈ. വൈ വെച്ചിട്ടാണ് ഇന്റഗ്രേഷൻ, എക്സിന്റെ ആണ് കോൺസ്റ്റന്റ് ഞാൻ പുറത്തെടുത്തു. വൈ സ്ക്വയറിന്റെ ഇന്റഗ്രൽ വൈ ക്യൂബ് ബൈ 3 ആണ്. ലിമിറ്റ് 0 to 1. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 ക്യൂബ് ബൈ 3 1 by 3 മൈനസ് 0 ക്യൂബ് ബൈ 3 0. Therefore, this is equal to x by 3. ഇതാണ് പാർഷ്യൽ ഇന്റഗ്രേഷൻ. ഇത്രയും സിമ്പിൾ ആണ്. ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. പാർഷ്യൽ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞു. ഡൺ. ഇനി നമുക്ക് നേരെ ഡബിൾ ഇന്റഗ്രേഷനിലേക്ക് പോകാം.
ഡബിൾ ഇന്റഗ്രേഷൻ. ഫസ്റ്റ് ടോപ്പിക് ഏതാണ്? ഡബിൾ ഇന്റഗ്രേഷൻ. അതായത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ പുള്ളിക്കാരനെയാണ്. ഇന്റഗ്രൽ എ ടു ബി ഇന്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ്, സോറി, ഡി വൈ ഡി എക്സ്, ഡി വൈ ഇന്റഗ്രൽ എ ടു ബി ഇന്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഇതാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് ഇന്റഗ്രൽ എ ടു ബി ഇന്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് കോമ വൈ ഡി വൈ, അതിനുശേഷം ഡി എക്സ്. നിങ്ങളിവിടെ മനസ്സിലാക്കാനുള്ള കാര്യം, ഡി വൈ, ഈ ഡി വൈ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, സി കോമ ഡി. ഡി വൈ ആദ്യം തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ തന്നിട്ടുള്ളത് രണ്ടാമതാണ്. ശ്രദ്ധിക്കുക, ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്ന രീതിയിലായിരിക്കും തരുന്നത്. ഡി എക്സ് അവസാനമാണ് തന്നിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ അവരുടെ ഇന്റഗ്രൽ ആദ്യമായിരിക്കും, അവരുടെ ലിമിറ്റ് ഇന്റഗ്രൽ ആദ്യമായി. ഞാൻ അതേ ഓർഡറിൽ ബ്രാക്കറ്റ് ഇട്ടതാണ്. അതായത് ആദ്യം നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേഷൻ ചെയ്യണം. അഫ്കോഴ്സ് ഇവിടെ എക്സിന്റെ ടേം ഉണ്ട്, അതിനെ കോൺസ്റ്റന്റ് ആയി കണ്ടാൽ മതി, അതായത് പാർഷ്യൽ ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. എന്നിട്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. നമ്മുടെ ജോലി കഴിഞ്ഞു. സിമ്പിൾ ആസ് ദാറ്റ്. ഇനി ഇന്റഗ്രൽ സി ടു ഡി ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ഡി വൈ. ശ്രദ്ധിക്കുക, എക്സ് ആണ് ആദ്യം, അതായത് എക്സ് ആണ് ആദ്യം, എക്സ് വെച്ച് വേണം ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. എക്സിന്റെ ലിമിറ്റ് ആണ് എ ടു ബി. രണ്ടാമത് വൈ, വൈ വെച്ച് രണ്ടാമത്, വൈയുടെ ലിമിറ്റ് സി ടു ഡി. ഇന്റഗ്രൽ സി ടു ഡി ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ഡി വൈ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡബിൾ ഇന്റഗ്രേഷൻ. വളരെ സിമ്പിൾ ആണ്. നോക്കുക എന്താണ് ചെയ്തതെന്ന് നോക്കുക. ഇന്റഗ്രൽ എ ടു ബി ഇന്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. അതായത് ഇവിടെ ഡി വൈ ആണ് ആദ്യം വന്നത്, അതായത് വൈ വെച്ചിട്ടാണ് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. വൈയുടെ ലിമിറ്റ് തന്നെ ആയിരിക്കും അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ കിട്ടുന്നത്. ഇവിടെ കൊണ്ടുവന്ന എക്സിന്റെ ലിമിറ്റ് ഒരിക്കലും എഴുതില്ല. നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, വൈ വെച്ച് ആദ്യം ചെയ്യണമെങ്കിൽ വൈയുടെ ലിമിറ്റ് വേണം ഇവിടെ ചെയ്യാൻ. എക്സ് വെച്ച് രണ്ടാമത് ചെയ്യണമെങ്കിൽ എക്സിന്റെ ലിമിറ്റ് വേണം ഇവിടെ എഴുതാൻ. കഴിഞ്ഞു. നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. സിമ്പിൾ എക്സാമ്പിൾസ് ആണ്. സിമ്പിൾ എക്സാമ്പിൾസ് ആണ് ആദ്യം ചെയ്യുന്നത്, കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രം. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ 1 to 3 ഇന്റഗ്രൽ 2 to 4 40 minus 2xy 40 minus 2xy into dy dx. 40 minus 2xy into dy dx. വ്യക്തമാണ്, വൈ വെച്ചിട്ടാണ് ആദ്യം ചെയ്യുന്നത്. വൈയുടെ ലിമിറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ അതൊന്ന് എഴുതുന്നു. ഇന്റഗ്രൽ 2 to 4 40 minus 2xy 2xy dy, പിന്നെ അതിനുശേഷം dx. ശരി, അപ്പൊ y വെച്ചിട്ടാണ് ആദ്യം ചെയ്യാനുള്ളത്. നോക്കിക്കോളൂ. ഇന്റഗ്രൽ 1 to 3 അതവിടെ ഇരിക്കട്ടെ. 40നെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 40 കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് 40y. 2xyനെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x കോൺസ്റ്റന്റ് ആണ്,
വൈയുമായിട്ട് എക്സിന് ബന്ധമൊന്നുമില്ല. 2x കോൺസ്റ്റന്റ് ആണ്. വൈയുടെ ഇന്റഗ്രൽ y²/2. 2 2 ക്യാൻസൽ ആയി പോകും. ലിമിറ്റ് 2 to 4. 2 to 4. നമുക്ക് 2 to 4 ലിമിറ്റ് കൊടുക്കാം. മനസ്സിലുണ്ടാവണം, വൈ വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്, വൈക്ക് വേണം ലിമിറ്റ് കൊടുക്കാൻ. എക്സിന് കൊണ്ടുപോയി കൊടുക്കരുത്. നിങ്ങൾ ഇപ്പൊ വൈക്കാണ് എന്ത് ചെയ്തത്, ഇന്റഗ്രേഷൻ ചെയ്തത്. അതുകൊണ്ട് ലിമിറ്റ് കൊടുക്കേണ്ടത് വൈക്കാണ്. ആ ഒരു ബോധം വേണം. അതായത് 40 ഇൻറ്റു വൈ, അതായത് 4 - 2, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ 2 2 വെട്ടിപ്പോവും, എക്സ് കാണും. പിന്നെ y², 4² - 2², 4² - 2², ഇന്റഗ്രൽ 1 to 3 dx. ഇന്റഗ്രൽ 1 to 3 dx. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 1 to 3, 4 - 2 2, 40 × 2 80. 16² - 4 12 - 12x dx. 80നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 80x - 12 x²/2. എക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലിമിറ്റ് 1 to 3. Therefore, this is equal to 80x - 12/2 6 ആണ്, 6x². ലിമിറ്റ് 1 to 3. അപ്പൊ നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. 80 × 3 - 1 -6 × 3² 9 -1² 1. 80 × 2 160. 6 × 8 48. 6 × 8 48. Therefore, 160 - 48 is 112. 112. Done. 112 കഴിഞ്ഞു. നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തു ആൻസറിലേക്ക് എത്തി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, വൈ വെച്ചിട്ടാണ് ആദ്യത്തെ ഇന്റഗ്രേഷൻ. dy/dx ആണ്. വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ നേരെ ഉള്ളതാണ് അതിന്റെ ലിമിറ്റ്. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കേണ്ടത് വൈക്കാണ്. വൈ ഇന്റഗ്രേറ്റ് ചെയ്താൽ ലിമിറ്റ് കൊടുക്കേണ്ട വൈക്കാണ്. അവിടെ എക്സിന്റെ ടേം കാണും, എക്സിന് കൊണ്ടുപോയി ലിമിറ്റ് കൊടുക്കരുത്. പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. എക്സ് അവിടെ കിടക്കുന്നുണ്ട്, എക്സിന് കൂടെ കൊടുക്കും. എന്താണ്, ഇപ്പൊ ഇവിടെ 4 2 ആയിരുന്നല്ലോ, എക്സിന് പകരം ഇവിടെ 4 - 2 എന്ന് കൊടുത്താണ്. അങ്ങനെ കൊടുക്കുന്ന അബദ്ധമാണ്. വൈക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ വൈക്കാണ് ലിമിറ്റ്, എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സിനാണ് ലിമിറ്റ്. കഴിഞ്ഞു. 112 ആണ് ആൻസർ ആയിട്ട് കിട്ടിയത്. അടുത്ത് ഞാന് ഇതേ ക്വസ്റ്റ്യനെ ഒന്ന് തിരിക്കുകയാണ് കേട്ടോ. ഡബിൾ ഇന്റഗ്രൽ 40 - 2xy തന്നെയാണ്. 40 - 2xy തന്നെയാണ്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം dy/dxന് പകരം dx dy എന്ന് എഴുതുകയാണ്. എക്സിന്റെ ലിമിറ്റ് 1 to 3 ആണ്. വൈയുടെ ലിമിറ്റ് 2 to 4 ആണ്. അതായത് dy/dxന് പകരം dx dy ആക്കി തിരിച്ചു. അതേപോലെ ലിമിറ്റ് ഞാൻ തിരിച്ചു, ശ്രദ്ധിക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണേ. ഇന്റഗ്രേറ്റ് 2 to 4. ഇയാളെ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 40 കോൺസ്റ്റന്റ് ആണ്, 40x -2x 2y കോൺസ്റ്റന്റ് ആണ്, ബാക്കി x²/2. x²/2 എക്സും വെട്ടിപ്പോവും. അങ്ങനെ x²y ആവും. ലിമിറ്റ് 1 to 3. ലിമിറ്റ് 1 to 3 dy. ശ്രദ്ധിക്കുക, ആദ്യം എക്സ് വെച്ചിട്ടാണ് ഇന്റഗ്രേഷൻ. അതുകൊണ്ടാണ് എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തത്, എക്സിന്റെ ലിമിറ്റ് കൊടുത്തു. Therefore, this is equal to integrate 2 to 4. 40 × 3 - 1 -y കോൺസ്റ്റന്റ് ആണ്, വൈക്ക് കൊടുക്കൂല. എക്സ് വെച്ചിട്ടാണ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. x² 9 - 1² 1 dy. Therefore, integrate 2 to 4. 40 × 3 - 2 40 × 2 80 -9 - 1 8 8 × y 8y dy. ഇനി ഇവിടെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 80y - 8y²/2. 8y²/2, that is 4y².
ലിമിറ്റ് 2 to 4. നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 80 ഇൻറ്റു 4 മൈനസ് 2 minus 4 into 4 square 16 minus 2 square 4. Therefore, 80 into 4 minus 2 is 160 minus 4 into 16 minus 4. 4 into 12, 48. 160 minus 48, 112. നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെ കിട്ടി. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ചെയ്തത് മാറ്റിയാണ്. എക്സ് ആണ് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്തത്, എന്നിട്ട് വൈനെ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പോഴും സെയിം ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്റഗ്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഡി വൈ ഡി എക്സിനെ ഡി എക്സ് ഡി വൈ ആക്കി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഒരിക്കലും അതിന്റെ ലിമിറ്റിനെ മാറ്റാതിരുന്നില്ല. ലിമിറ്റിനെയും കൂടെ ഞാൻ മാറ്റി. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒബ്സർവേഷൻ. അതായത് ഇന്റഗ്രേറ്റ് എ ടു ബി ഇന്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഇങ്ങനെ ചെയ്യുന്നതും, ഇത് ആദ്യം വൈ വെച്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതും ഇന്റഗ്രേറ്റ് എ ടു ബി ഇന്റഗ്രേറ്റ് സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ചെയ്യുന്നതും തെറ്റല്ല. അതായത് ഡി ബൈ ഡി എക്സിനെ ഡി എക്സ് ഡി വൈ എന്ന് മാറ്റാം. അതായത് നിങ്ങൾക്ക് ആദ്യം വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം, പിന്നെ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ആ ഇന്റഗ്രേഷന്റെ ലിമിറ്റും കൂടെ മാറ്റി കൊടുക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് കൂടെ മാറ്റി കൊടുത്തിരിക്കണം. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ ലിമിറ്റ്, വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈന്റെ ലിമിറ്റ്. അത്രയും. ഇതിൽ തെറ്റില്ല. And this is called your Fibonacci theorem. എയും ബിയും സിയും ഡിയും എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. ഫിക്സ്ഡ് ആണ്, വാല്യൂ ആയിരിക്കും, 2 4 അങ്ങനെ എന്തെങ്കിലും. അല്ല, ഈ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് ആയിട്ട് എക്സ് വൈ എന്ന് പറയുന്ന വേരിയബിൾസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാൻ കഴിയില്ല കേട്ടോ. അതിവിടെ തന്നെ ശ്രദ്ധിച്ചിട്ട് പോകണം. ഫിബിനീസ് തിയറം പറയുന്നത് ഇന്റഗ്രേഷന്റെ ഓർഡർ നിങ്ങൾക്ക് മാറ്റാം, കൂടെ ആ ലിമിറ്റ് കൂടെ മാറ്റണമെന്നേ ഉള്ളൂ. പക്ഷെ മാറ്റാം. നിങ്ങൾക്ക് ആദ്യം എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം, വൈക്ക് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് ആ സ്ഥാനത്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇന്റഗ്രേഷൻ ലിമിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇന്റഗ്രേഷൻ ലിമിറ്റ് കോൺസ്റ്റന്റിന് പകരം വല്ല വേരിയബിളും ആണെങ്കിൽ ഈ പരിപാടി നടക്കില്ല. കോൺസ്റ്റന്റിന് പകരം വേരിയബിൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ലിമിറ്റിന്റെ ഓർഡർ മാറ്റാൻ കഴിയില്ല. അതിപ്പോഴേ മനസ്സിലാക്കി പൊക്കോളണം. അവിടെ വെച്ചിട്ട് അതിന്റെ ഓർഡർ മാറ്റാൻ ശ്രമിക്കരുത്, തെറ്റും. അപ്പോൾ ലിമിറ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഓർഡർ മാറ്റാം. ശരി, ഇനി ഇവിടെ ഒരു നൊട്ടേഷൻ ചേഞ്ച് വരാൻ പോവാണ്. ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റമാണ് ഞാൻ വരച്ചത്. കോർഡിനേറ്റ് സിസ്റ്റത്തില് ഞാനിവിടെ എക്സിന്റെ വാല്യൂ എ, വൈയുടെ എക്സിന്റെ വാല്യൂ ബി. എക്സ് എ മുതൽ ബി വരെ പോകുന്നതാണല്ലോ, അത് മാർക്ക് ചെയ്തു. വൈ സി മുതൽ ഡി വരെ. എക്സ് ആക്സിസിലാണ് എക്സിന്റെ വാല്യൂ മാർക്ക് ചെയ്തത്, വൈ ആക്സിസിലാണ് വൈയുടെ വാല്യൂ മാർക്ക്. എന്റെ സൗകര്യം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു റീജിയൻ മാർക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് കോൺസ്റ്റന്റ് ലിമിറ്റ് ആണ് കിട്ടിയത്.
നമ്മൾ ആ കോൺസ്റ്റന്റ് ലിമിറ്റ് വരുന്ന ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. എക്സ് വാല്യൂ എ മുതൽ ബി വരെ, വൈ വാല്യൂ സി മുതൽ ഡി വരെ, അങ്ങനെ പോകുന്ന റീജിയൻ ഈ റെക്ടാങ്കുലർ റീജിയൻ ആണ്. അങ്ങനെ പോകുന്ന റീജിയൻ ഈ റെക്ടാങ്കുലർ റീജിയൻ ആണ്. ഈ റെക്ടാങ്കുലർ റീജിയൻ ആണ്, ഈ റെക്ടാങ്കുലർ റീജിയൻ ആണ് എന്ത് ഈ റെക്ടാങ്കുലർ റീജിയൻ ആണ് ഇവര് പറയുന്ന എ മുതൽ ബി വരെ, എ എക്സ് എ മുതൽ ബി വരെ, വൈ സി മുതൽ ഡി വരെ. നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റീജിയൻ ആണ്. ഈ റീജിയനെ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആറിലാണ്. ആറെന്നാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഈ റീജിയനെ. ദിസ് ഇസ് എ റെക്ടാങ്കുലർ റീജിയൻ. ദിസ് ഇസ് എ റെക്ടാങ്കുലർ റീജിയൻ. നമ്മൾ ആറിനെ എ ബി ക്രോസ് സി ഡി എന്ന് മാർക്ക് ചെയ്യുന്നു. എ ബി ക്രോസ് സി ഡി, അതായത് എക്സ് വാല്യൂ എ മുതൽ ബി വരെ, വൈ വാല്യൂ സി മുതൽ ഡി വരെ, അതിന്റെ ക്രോസ് എക്സ് ക്രോസ് വൈ. ഇതാണ് ആറത്തെ റീജിയൻ. ഇവിടെ ഡി എക്സ് ഡി വൈ, നിങ്ങൾക്ക് എക്സ് ഇൻറ്റു വൈ, എക്സ് ഇസ് ലെങ്ത്, വൈ ഇസ് വിഡ്ത്ത്, എക്സ് ഇൻറ്റു വൈ ഇസ് ഏരിയ, എക്സ് ഇൻറ്റു വൈ ഇസ് ഏരിയ. അപ്പോൾ ഡി വൈ ഇൻറ്റു ഡി എക്സിനെ, ഡി വൈ ഇൻറ്റു ഡി എക്സിനെ നമ്മൾ ഡി എ എന്ന് മാർക്ക് ചെയ്യും. നമ്മൾ ഡി എ എന്ന് മാർക്ക് ചെയ്യും. അതായത് നിങ്ങൾ ഈ കണ്ട ഇന്റഗ്രൽ ഉണ്ടല്ലോ, ഇന്റഗ്രൽ എ ടു ബി, ഇന്റഗ്രൽ സി ടു ഡി, എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സിനെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ. ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ. ആ റീജിയൻ ആർ അറിയാമെങ്കിൽ എക്സിന്റെ വാല്യൂ എവിടെ മുതൽ എവിടം വരെ, വൈയുടെ വാല്യൂ എവിടെ മുതൽ എവിടം വരെ എന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ടാവണം. റീജിയൻ ഇങ്ങനെയായിരിക്കും തരുന്നത്. ഇങ്ങനെ താഴെ തന്നെ അറിയാം എക്സിന്റെ വാല്യൂ എ മുതൽ ബി വരെ, വൈയുടെ വാല്യൂ സി മുതൽ ഡി വരെ. ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ എഫ് ഓഫ് എക്സ് കോമ വൈ, വൈ ഇൻറ്റു എക്സ് ഞാൻ പറഞ്ഞു ഏരിയ ആണ്, അപ്പൊ ഡി വൈ ഇൻറ്റു ഡി എക്സ് ഡി എ ആണ്. So this is the standard notation of a double integral. This is a standard notation of a double integral. അതായത് നിങ്ങളുടെ ലിമിറ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, നിങ്ങളുടെ ലിമിറ്റ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതൊരു റെക്ടാങ്കുലർ റീജിയൻ ആയിരിക്കും. അതൊരു റെക്ടാങ്കുലർ റീജിയൻ ആയിരിക്കും. പുള്ളിക്കാരൻ റെക്ടാങ്കുലർ റീജിയൻ ആണെങ്കിൽ നമ്മൾ അയാളെ മാർക്ക് ചെയ്യാൻ പോകുന്നത്, റെക്ടാങ്കുലർ റീജിയനെ മാർക്ക് ചെയ്യുന്നത് എക്സിന്റെ വാല്യൂ ചേഞ്ച് എ മുതൽ ബി വരെ, വൈയുടെ വാല്യൂ ചേഞ്ച് സി മുതൽ ഡി വരെ. അപ്പൊ എ ബി ക്രോസ് സി ഡി, റെക്ടാങ്കുലർ റീജിയൻ ഡൺ. അതിനുശേഷം നമ്മൾ അവിടെ ഇന്റഗ്രൽ എ ടു ബി, ഇന്റഗ്രൽ സി ടു ഡി, എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന്, എക്സ് വൈ ഡി എ എന്ന്. കംപ്ലീറ്റ്. ഇതാണ് നമ്മുടെ ഏരിയയുടെ കൺസെപ്റ്റ്. ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിമ്പിൾ ആയിരിക്കും. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ. ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് പാർഷ്യൽ ഇന്റഗ്രേഷൻ പഠിച്ചു. അതിനുശേഷം ഡബിൾ ഇന്റഗ്രേഷനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റാം, കുഴപ്പമില്ല. ഫിബിനീസ് തിയറം. അതിനുശേഷം ഞാൻ പുതിയ നൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡൺ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം, സീരിയസ് ആയ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഞാനിപ്പോൾ ഡബിൾ ഇന്റഗ്രേഷൻ പഠിപ്പിച്ചു. നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത് ഏരിയ അണ്ടർ ദ കർവാണ്. കർവിന്റെ താഴെയുള്ള ഏരിയ. ഞാൻ നിങ്ങൾക്ക് രണ്ട് ആക്സിസ് വരച്ചു, അവിടെ ഒരു ഫംഗ്ഷൻ വരച്ചു. y is equal to f of x എന്നാണ് ഫംഗ്ഷൻ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് a മുതൽ b വരെ വേരി ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ a to b f of x dx എന്ന് പറയുന്നത്
ഈ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന് താഴെയുള്ള എക്സ് ആക്സിസ് വരെയുള്ള ഈ ഏരിയയാണ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ടി എക്സ്. നിങ്ങൾക്ക് അറിയാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഡബിൾ ഇന്റഗ്രൽ? അതിന്റെ ജോമെട്രിക് കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ കാര്യം ശ്രദ്ധിക്കുക. ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്ന, അതായത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ആണ്. അയാളെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇൻഫാക്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇസഡ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് വൈ, വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോലെ ഇസഡ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് വൈ. ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷൻ, ഡബിൾ വേരിയബിൾ ഫംഗ്ഷൻ, ഒരു ഷീറ്റ് ആയിരിക്കും. എന്റെ ഫിഗർ ഒരു ഷീറ്റ് ആയിരിക്കും. ഇതാ നോക്കൂ, ഒരു സർഫസ് എന്നൊക്കെ നോക്കുക. ഇതാണ് സംഗതി. ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ആൾ. ഇസഡ് ഇസ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്. നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എ എന്ന ഒരു ഏരിയയുടെ പുറത്താണ്. നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, അല്ലെങ്കിൽ എ എന്ന ഏരിയ അല്ല, എ എന്ന റീജിയൻ, ഒരു റീജിയന്റെ പുറത്താണ് ഇയാൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റിന്റെ പുറത്തല്ല. ഡബിൾ ഇന്റഗ്രൽ ഓവർ റീജിയൻ. ഈ കർവിന്റെ താഴെ നിങ്ങൾക്ക് ആ റീജിയൻ തീരുമാനിക്കാം. അതാണ് ഈ എക്സ് വൈ ആക്സിസിൽ ഇത് 3 ഡയമെൻഷൻ ആണ്. താഴെ കിടക്കുന്ന എക്സ് വൈ കോർഡിനേറ്റ് ആണ്. ഈ എക്സ് വൈ ആക്സിസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ റീജിയൻ ആറാണ്. റീജിയൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു 2 ഡയമെൻഷണൽ സാധനമാണ്. അതിന് ഏരിയ ഉണ്ട്. അതിന്റെ ഏരിയയാണ് എ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നിങ്ങളുടെ സർഫസ്, അഥവാ ഈ മേളിലിരിക്കുന്ന ഷീറ്റ്. അതിന് താഴെയായി എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട റീജിയനെ തീരുമാനിക്കും. അഫ്കോഴ്സ് നിങ്ങളിപ്പോ റെക്ടാങ്കുലർ റീജിയൻ കണ്ടു. സിമ്പിൾ ആണ്. റെക്ടാങ്കുലർ റീജിയൻ സിമ്പിൾ ആണ്. എക്സിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യും, വൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട്. എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. മറ്റ് റീജിയനുകളും ഉണ്ട്. ആ മറ്റ് റീജിയനുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വേറെ ഷേപ്പിലും ആവാം. ഓക്കെ, ഡൺ. എന്താണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി? ഈ താഴെ നിങ്ങൾ ഈ ഫിക്സ് ചെയ്ത റീജിയൻ ബേസ് ആയിക്കൊണ്ട് അവിടെ നിന്ന് മുകളിലേക്ക് ഉയരണം. സച്ച് ദാറ്റ് ഇതിന്റെ മുകളിലുള്ള അടപ്പ് ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന ഈ കർവാണ്. ഈ കർവല്ല, ഈ സർഫസ് ആണ്. അതായത് ഇതിന്റെ പുറത്ത്, ഈ താഴെ ഇരിക്കുന്ന ഈ ഷേപ്പിന്റെ ഇതിന്റെ പുറത്ത് എന്ത് ചെയ്യും? ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന അടപ്പായിരിക്കും. ആ ഒരു ഒബ്ജക്റ്റിന്റെ വോള്യമാണ് നിങ്ങൾ ഡബിൾ ഇന്റഗ്രേഷനിലൂടെ കണ്ടുപിടിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ തരുന്നു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എ. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ സർഫസ് ആണ്. സർഫസ് വരച്ചു. ആർ എന്ന് പറയുന്നത് ആ സർഫസിന് താഴെയുള്ള ഇന്റഗ്രേഷന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള 2 ഡയമെൻഷണൽ റീജിയൻ ആണ്. അത് എക്സ് വൈ പ്ലെയിനിലായിരിക്കും കിടക്കുന്നത്. നിങ്ങൾക്ക് അത് വ്യക്തമായി കാണാം. ഈ ആർ എന്ന റീജിയൻ മുകളിലേക്ക് ഉയർന്ന് നമ്മുടെ ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന കർവിൽ ഇടിച്ചു നിൽക്കുന്ന പോലത്തെ ഒരു ഒബ്ജക്റ്റിന്റെ വോള്യമാണ് നിങ്ങൾ ഡബിൾ ഇന്റഗ്രേഷൻ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എയിലൂടെ കണ്ടുപിടിക്കുന്നത്. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ജിയോമെട്രിക്കൽ കോൺസെപ്റ്റ്. ഇതാണ്. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എ is the volume of the object with the base as R and the top as Z is equal to f of xy.
അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിന്റെ വോള്യമാണ് ഡബിൾ ഇന്റഗ്രേഷനിലൂടെ കണ്ടുപിടിക്കുന്നത്. അതായത് ഡബിൾ ഇന്റഗ്രേഷനിൽ നമുക്ക് കിട്ടുന്നത് വോള്യമാണ്. ഡബിൾ ഇന്റഗ്രേഷനിൽ നമുക്ക് കിട്ടുന്നത് വോള്യമാണ്. അതാണ് നമ്മുടെ പോയിന്റ്. അതാണ് നമ്മുടെ പോയിന്റ്. ഡൺ. ഡൺ. അവിടെ ഡൗട്ടിന്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഡൗട്ടിന് കാര്യങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഡൺ. അപ്പൊ നമ്മള് ഡബിൾ ഇന്റഗ്രേഷൻ കണ്ടു. അത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആയി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടു. അവിടെ സ്വിച്ച് ചെയ്യുന്നത് നടക്കും, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞു എന്താണ് ഡബിൾ ഇന്റഗ്രേഷൻ എന്ന കോൺസെപ്റ്റ്. I hope the concept is clear. Now, moving on, question. Use a double integral. Use a double integral. Use a double integral to find the volume of the solid bounded by bounded above by z is equal to 4 minus x minus y and below by r is equal to closed interval 0, 1 cross closed interval 0, 2. ശരി, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ കയ്യിൽ എന്താണ് മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക. ഡബിൾ ഇന്റഗ്രൽ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഡബിൾ ഇന്റഗ്രൽ വോളിയം ആണെന്ന് ഞാനിപ്പോ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ആ സോളിഡിനെ മുകളിൽ ബൗണ്ട് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ അടപ്പ് പോലെ മുകളിൽ ബൗണ്ട് ചെയ്യേണ്ടത് z is equal to f of x y. അതായത് z is equal to f of x y എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. f of x y നിങ്ങളുടെ ഫംഗ്ഷൻ കിട്ടി, f of x y 4 minus x minus y. എന്നിട്ട് അതിന്റെ ബിലോ ഉള്ളത് റീജിയൻ ആണ്. ഞാൻ പറഞ്ഞു റീജിയൻ ആണ്. ആ റീജിയന് തന്നിട്ടുണ്ട് 0, 1 ക്രോസ് 0, 2. എക്സ് വാല്യൂ 0 മുതൽ 1 വരെ, y വാല്യൂ 0 മുതൽ 2 വരെ. ദാറ്റ് ഇസ് എ റെക്ടാങ്കുലർ റീജിയൻ. സമാധാനമുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഫിഗറിലേക്ക് പോകുന്നു. സത്യം പറഞ്ഞാൽ ഈ പാഠത്തിൽ ഫിഗർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ വരയ്ക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫിഗറുമായി നമുക്കൊരു ബന്ധം വേണം. നിങ്ങൾക്ക് അതിനൊരു ബന്ധം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പരിചയം കൂട്ടാനായിട്ട് എന്തുപയോഗിക്കാം? ജിയോജിബ്ര ഉപയോഗിക്കാം. z is equal to 4 minus x minus y. ഞാൻ ഇയാളെ സൈഡിൽ ചെയ്യുകയാണ്. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 4. എക്സിനെ വൈനും ഇസഡിന്റെ സൈഡിലേക്ക് എടുത്തു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം x/4 പ്ലസ് y/4 പ്ലസ് z/4 ഈക്വൽ ടു 1. ഇവിടെ x/a പ്ലസ് y/b പ്ലസ് z/c ഈക്വൽ ടു 1 എന്നൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇതൊരു പ്ലെയിനിനെയാണ് സൂചിപ്പിക്കുന്നത്. വിത്ത് x ഇന്റർസെപ്റ്റ് a, y ഇന്റർസെപ്റ്റ് b, z ഇന്റർസെപ്റ്റ് c. with x intercept a, y intercept b and z intercept c. അപ്പോ ഇവിടെ x intercept 4, y intercept 4, z intercept 4. ഇങ്ങനെ ഈ ആക്സിസിനെ വെട്ടിക്കൊണ്ട് കടന്നു പോകുന്ന ഒരു പ്ലെയിൻ ആയിരിക്കും നിങ്ങളുടെ സർഫസ്. കഴിഞ്ഞു. ഇനി റീജിയൻ മാർക്ക് ചെയ്യാം. ആറിന്റെ വാല്യൂ, അതായത് എക്സിന്റെ വാല്യൂ 0 മുതൽ 1 വരെ, ഇവിടെ വരെ പോവാം. വൈയുടെ വാല്യൂ 0 മുതൽ 2 വരെ, ഇവിടെ വരെ പോവാം. അപ്പൊ ഞാൻ റെക്ടാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. 0 മുതൽ 2 വരെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഈ സർഫസിനെ ഞാൻ മുകളിലേക്ക് എടുക്കുകയാണ്.
ഉണ്ടാണ്. ഇത് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വെട്ടിക്കൊണ്ട് താഴോട്ട് പോകുന്നതാണ്, ഒരു ആംഗിളിൽ വെട്ടിക്കൊണ്ട് താഴോട്ട് പോകുന്ന ഒബ്ജക്റ്റ് ആണ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിന്റെ വോള്യമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഒബ്ജക്റ്റിന്റെ വോള്യമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു സ്ക്വയർ ഗ്രിഡ് ആണെന്നൊക്കെ തോന്നുമെങ്കിലും മുകളിൽ ഒരു വെട്ടുണ്ട്. മുകളിൽ ഒരു വെട്ടുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധിക്കാം. ടെക്സ്റ്റിലെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് ഫിഗർ. 4 - x - y എന്ന ഹൈറ്റ് താഴോട്ടെടുക്കുന്ന ഈ ഒരു സോളിഡിന്റെ വോള്യമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഒരു സോളിഡിന്റെ വോള്യമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ശരി, അപ്പൊ നമുക്ക് വോള്യം കണ്ടുപിടിക്കാൻ പോവാം. Therefore, volume is equal to വോള്യത്തിന്റെ ഫോർമുല ഞാൻ പറഞ്ഞു. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എ. ഇതാണ് വോള്യം കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഡൺ. ഡബിൾ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ നമുക്ക് വ്യക്തമാണ്. 4 - x - y. ഈ അടപ്പായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു സർഫസ് ആണ്. 4 - x - y. നെക്സ്റ്റ് ഡി എ നിങ്ങൾക്കറിയാം. ഡി വൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ എന്താണോ, ഡി വൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ എന്താണോ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് എഴുതാം. ഞാനിവിടെ ഡി എക്സ് ഡി വൈ എന്ന് എഴുതുകയാണ്. എന്റെ ഇഷ്ടം. നിങ്ങൾക്ക് ഡി വൈ ഡി എക്സ് എന്ന് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഞാനിവിടെ ഡി എക്സ് ഡി വൈ എന്ന് എഴുതി. ആദ്യം എക്സ് ഉപയോഗിച്ചു. അതുകൊണ്ട് എനിക്ക് ആദ്യം എക്സിന്റെ ലിമിറ്റ് ആണ് വേണ്ടത്. എക്സിന്റെ ലിമിറ്റ് ഈ ആർ എന്ന റീജിയൻ കാണുമ്പോൾ തന്നെ അറിയാം റെക്ടാങ്കുലർ റീജിയൻ ആണ്. എക്സിന്റെ ലിമിറ്റ് അവർ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്. 0 മുതൽ 1 വരെ. 0 മുതൽ 1 വരെ. അപ്പോ എക്സിന്റെ ഇന്റഗ്രേഷന്റെ അവിടെ 0 മുതൽ 1 വരെ. ഇനി വൈ വെച്ച്, വൈയുടെ ലിമിറ്റ് 0 മുതൽ 2 വരെ. 0 മുതൽ 2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യാം. സിമ്പിൾ ആസ് ദാറ്റ്. ഇന്റഗ്രൽ 0 to 2. ആദ്യം എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4ന്റെ ഇന്റഗ്രൽ 4x, എക്സിന്റെ ഇന്റഗ്രൽ x²/2. വൈയുടെ ഇന്റഗ്രൽ, വൈ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് y × x. ലിമിറ്റ് 0 to 1 dy. Therefore, this is equal to integral 0 to 2, 4 × 1, 4 × 1, 4. Minus 1²/2, 1/2. Minus y × 1, y. പിന്നെ മൈനസ് 0 കൊടുക്കണം. y 4 × 0, 0. 0²/2, 0. y × 0, 0. y × 0, 0. Never mind. Into dy. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 0 to 2, 4 - 1/2. 4 - 1/2. 8 - 1, 7. 7/2. 7/2 - 5. ലിമിറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. 7/2 y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y മൈനസ് y²/2. ലിമിറ്റ് 0 to 2. ലിമിറ്റ് കൊടുക്കുന്നു. 7/2 × 2 മൈനസ് 2²/2. 0 കൊടുക്കുമ്പോൾ 7/2 × 0, 0. മൈനസ് 0²/2, 0. എഴുതിയില്ല. 7/2 - 7/2, 7. 2²/2, 2. 7 - 2, 5. 5 ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ ഇത്ര ഞാൻ വരച്ചെന്നുള്ള അത് അധികമാണ്, സർഫസ് കടന്നു പോകുന്നതാണ്. ഈ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ വോളിയം 5 ആണ്. വോളിയം 5 ആണ്. നമ്മൾ ഡബിൾ ഇന്റഗ്രേഷൻ എന്ന കൺസെപ്റ്റ് പഠിച്ചിട്ട് ഡബിൾ ഇന്റഗ്രേഷൻ വോളിയം ആണെന്ന് തിരിച്ചറിയുമ്പോൾ ക്വസ്റ്റ്യന്റെ സ്വഭാവം മാറുന്നത് നോക്കണം. നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിന്റെ മുകളിലുള്ള എന്ത് തരുന്നു? ഷീറ്റ് തരുന്നു. അതായത് നമ്മുടെ ഫംഗ്ഷൻ f(x, y) അതിന്റെ ബേസ് തരുന്നു, നമ്മുടെ ആർ. പിന്നെ വോളിയം കണ്ടുപിടിക്കാൻ പറയുന്നത് ഡബിൾ ഇന്റഗ്രേഷൻ ചെയ്യും.